സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ക് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഈ വീഡിയോയുടെ കണ്ടന്റ് ഇപ്പോൾ പുതിയതായി രൂപം കൊടുക്കുന്ന ഒരു പുതിയ മലയാളം ചാനലിനെ കുറിച്ചാണ്. ചില മാധ്യമ സുഹൃത്തുക്കൾ, സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ അന്തിച്ചർച്ചകളിൽ അവർ നടത്തുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരേ തൊഴിൽ ചെയ്യുന്നവർ, നല്ല രീതിയിൽ തൊഴിൽ ചെയ്തവരുമാണ്. അവർ മറ്റൊരു മറ്റൊരു പുതിയ ചാനലിലേക്ക് അതിലൊരു ചിലർ ചേക്കേറി. അതിൽ അവരാരും തന്നെ അവർ ജോലി ചെയ്ത സ്ഥാപനങ്ങളെക്കുറിച്ച് മോശമായി ഒന്നും പറഞ്ഞില്ല. അവരെല്ലാം വളരെ നല്ലതാണ് പറഞ്ഞത്. അവർക്ക് നല്ല അനുഭവങ്ങളായിരുന്നു. അവിടെ നിന്ന് അവർക്ക് ഒത്തിരി പഠിക്കാൻ പറ്റി. അതിന് എപ്പോഴും അവർ കടമപ്പെട്ടവരാണ് എന്നുള്ള പ്രതികരണമായിരുന്നു അവർ ഓരോ വ്യക്തികളോടും നേരിട്ട് പറഞ്ഞത്. അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം അവിടെ നിന്ന് അവർക്ക് ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്താൻ സാധിച്ചു. അവരുടെ ഒത്തിരി അവരുടെ എഫിഷ്യൻസി പബ്ലിക്കിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതിലൂടെ അവർക്ക് ഒരുപാട് പോപ്പുലർ ആകാനും സാധിച്ചു. ഇതൊരു തുറന്ന സത്യമാണ്. എന്നാൽ ഇത് സെയിം തൊഴിൽ ചെയ്യുന്നവർ പറയുന്ന ചില കാര്യങ്ങൾ എത്തുമ്പോൾ സങ്കടം തോന്നുന്നു. അതായത് അവർ പറ്റിക്കപ്പെട്ടു, അവർ വഞ്ചിക്കപ്പെട്ടു, അവർക്ക് കൊടുക്കാൻ പല വാഗ്ദാനങ്ങൾ ചെയ്ത് കൊണ്ടുപോയെങ്കിലും അതങ്ങനെയല്ല, പിന്നെ ഏതോ പാർട്ടിക്കാരുടെ ചാനലാണ്, അങ്ങനെ പല ഗിമിക്സ് ഇങ്ങനെ പറയുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം ഒരേ തൊഴിൽ നടത്തുന്നവരാണ്. ഒരിക്കലും അങ്ങനെ നിങ്ങൾ പറയരുത്. എന്തായാലും ഇത് ഒരു പുതിയ ചാനലിൽ പോയവർ അവർ മോശക്കാരൊന്നുമല്ല. അവർക്ക് ബുദ്ധിയുള്ളവരാണ്, അവർ ശില്പികളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ എഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ പുതിയ ചാനലിലേക്ക് അവർ ചേക്കേറിയത്. ഇനി അത് ഏത് രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് അത് അവരുടെ പ്രസൻറ്റേഷനെ ബേസ് ചെയ്തിരിക്കും, അവരുടെ ടെക്നോളജിയെ ബേസ് ചെയ്തിരിക്കും. അത് നമ്മളിനെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതിന് മുമ്പ് തന്നെ നാം വിധി എഴുതേണ്ട കാര്യമില്ല. പിന്നെ പ്രധാനമായി നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്, ആരെവിടെ പോയാലും അവരെ അതൊരു പോസിറ്റീവ് സൈഡായിട്ട് കാണുക. നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക. എങ്കിൽ മാത്രമേ നമ്മളും പോസിറ്റീവ് ആകത്തുള്ളൂ. അല്ല, ആരാണ് കൂടുതൽ നെഗറ്റീവ് താഴ്ചയുണ്ടോ അവർക്കെപ്പോഴും ആ ഒരു താഴ്ചയുണ്ടോ. ദാറ്റ് മീൻസ് അവർ ചെയ്യുന്ന സ്ഥാപനത്തിനോട് കാണിക്കുന്ന കൂറല്ല അത്. അവരൊരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് അവർ തൊഴിൽ ചെയ്യുന്നവരെ ഡിസ്കറേജ് ചെയ്ത് സംസാരിക്കുന്ന, അവർ പറ്റിക്കപ്പെട്ടു, ഇതെല്ലാം അവർക്ക് നല്ല എന്തെങ്കിലും പാക്കേജ് കിട്ടിയിരിക്കാം എന്നായിരിക്കാം, അതിൽ എന്തെങ്കിലും നല്ലൊന്നും ഉണ്ടായിരിക്കാം അവൻ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, ഇവരെ വിമർശിക്കുന്നവർക്ക് നാളെ നല്ലൊരു പാക്കേജ് നിങ്ങൾ അപ്പം തന്നെ സ്ഥലപ്പെടും. കാരണം മാറ്റം മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളോടും, ഈ മാധ്യമ സുഹൃത്തുക്കളോടും പറയുന്നു, ആരെങ്കിലും നമ്മുടെ ഇവിടെ ഒരു ചാനലോ 2 ചാനലോ എത്ര ചാനൽ വന്നാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ആരാണ് ക്വാളിറ്റി ആയിട്ടും നല്ല ലക്ഷ്യബോധവും നല്ല സബ്ജക്റ്റും നല്ല വിഭവങ്ങളും കൊടുക്കുന്നു, ആ ചാനൽ ആൾക്കാർ കൂടുതൽ വീക്ഷിക്കുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. എത്രയോ ചാനൽ ഇന്ന് ലോകത്തുണ്ട്, പലരും ഇഷ്ടമുള്ളവർ അത് വീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ആയിരിക്കും ഇനി വരുന്ന ചാനൽ നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകണം. നല്ലതാണെങ്കിൽ നല്ലതായി തന്നെ ആൾക്കാർ കാണും, മോശമാണെങ്കിൽ ആ രീതിയിലായിരിക്കും ആൾക്കാരുടെ അഭിപ്രായം പറയുക. സോ ഒരിക്കലും പരസ്പരം ഈ അന്തിച്ചർച്ചകൾ നല്ല ചർച്ച ചെയ്യേണ്ടതാണ്. ഈ ചില ചാനലുകാരെന്ന് സംസാരിക്കുന്നതിൻ്റെ സങ്കടം തോന്നും. അത് ചമ്പ ചർച്ച പോലെ തോന്നും. ഈ ചമ്പ കച്ചവടം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ചീത്ത കഴിയുന്ന ഒരു മത്സ്യം കൊണ്ടുവന്ന് വില കുറച്ച് സംസാരിക്കും. അതേ മത്സ്യം തന്നെ ഒരു നിമിഷം കൂടുമ്പോൾ ചിലപ്പോൾ അതിന് ഹൈറ്റ് റേറ്റ്, അത് ആൾക്കാരുടെ ഇതനുസരിച്ച്, അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ച്
മാറ്റിക്കൊണ്ട് അങ്ങനെ ആകരുത്. എപ്പോഴും ഒരു എത്തിക്സ് ഉണ്ടാകണം. നമുക്കെല്ലാം ഒരു എത്തിക്സ് ഉണ്ടാകണം. നമ്മുടെ തൊഴിലിനോട് ഒരു എത്തിക്സ് ഉണ്ട്. കാര്യം നിങ്ങളുടെ തൊഴിലിനോട് നിങ്ങൾ ഒരു ധാർമ്മികത പുലർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ ധാർമ്മികത കണ്ടെത്താൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോടും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആൾക്കാരോടും, നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ്സ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കണം. നെഗറ്റീവായിട്ട് അത് പറയേണ്ട. നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിന് അവർക്കതിൻ്റെ മറുപടി കിട്ടും. അവർക്കതിൻ്റെ റിസൾട്ട് ഓട്ടോമാറ്റിക് കിട്ടാൻ നമ്മളായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെയും തൊഴിലിനനുസരണമായി അവരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച റിസൾട്ട് അവർക്ക് കിട്ടും. അതുകൊണ്ട് അതെല്ലാം വി ക്യാൻ സേ ഒരു നല്ല പോസിറ്റീവായിട്ട് അവർ കാണാം. അവരുടെ ലക്ഷ്യങ്ങൾ കുറച്ചുകൂടി സാക്ഷാത്കരിക്കട്ടെ. അവരുടെ മനസ്സിൽ പലതും കാണും. അതിൻ്റെ ഇതൊക്കെ നമ്മുടെ ജനങ്ങൾ നമ്മളും ഒക്കെ ചേർന്ന് കാണാം. അവർക്ക് അവരുടേതായ ആ ഒരു തീരുമാനം നമുക്ക് സ്വാഗതം ചെയ്യാം. നാളെ അവരെ നമുക്ക് വീണ്ടും നല്ല രീതിയിലുള്ള പ്രോഗ്രാം ചെയ്യുന്നവരായി കാണട്ടെ എന്ന് ആശംസിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.